ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യും. പിന്നീട് അവിടെ ഏതൊക്കെ പ്ലേസസ് വിസിറ്റ് ചെയ്യണം എന്ന്. എന്നാൽ ഈ ഏതൊക്കെ പ്ലേസ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോ ആളുടെയും ഇൻട്രസ്റ്റിനനുസരിച്ച് വേരി ചെയ്യും. നമ്മളിൽ ചിലർ അഡ്വഞ്ചറസ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്, മറ്റു ചിലർ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ താല്പര്യപ്പെടുന്നവരും. എന്നാൽ ഇതിലൊന്നും പെടാതെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ ക്ലൈമറ്റും അവിടുത്തെ കൾച്ചറും ഫുഡും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ചിലരും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ ഓരോ പേരുടെയും ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മുടെ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പലരുടെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് കർണാടകയിലെ കുടക് അല്ലെങ്കിൽ കൂർഗ്. എന്നാൽ അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഓരോരാളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വേരി ചെയ്യും. നമ്മൾ പലരും ഒരുപാട് തവണ, ഒന്നിൽ കൂടുതൽ തവണ കുടക് സന്ദർശിച്ചവരായിരിക്കും. എന്നാൽ നമ്മൾ പലരും കാണാത്തത്, സന്ദർശിക്കാത്തതായ ഒരുപാട് സ്ഥലങ്ങൾ കുടകിലുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് അവെയർ അല്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത എന്നാൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഈ സീരീസിലൂടെ. ഈ സീരീസിലെ ഓരോ വീഡിയോയിലൂടെയും ഓരോ സ്ഥലങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒരു വാട്ടർഫോൾസ് ആണ്, വെള്ളച്ചാട്ടം. കുടക് സന്ദർശിച്ചവരിൽ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവുക ഒരു ഫേമസ് വാട്ടർഫോൾസ് ആണ് കുടകിലെ അബേ വാട്ടർഫോൾസ്. നമ്മളിൽ പലരും ആ ഒരു വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ മലയാളി വാട്ടർഫോൾസ്, ഇരിപ്പ് വാട്ടർഫോൾസ്, ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയതാണ്. നമ്മളൊരു ടൂറ് കുടകിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്ത ഈ ഒരു വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതല്ലാതെ കുറച്ച് വാട്ടർഫോൾസ് ഉണ്ട്. അതിലൊരു വാട്ടർഫോൾസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. മടിക്കേരിയിൽ നിന്നും ഒരു 25 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പലരും ഓഫ് റോഡ് എക്സ്പീരിയൻസ് താല്പര്യപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ കുടക് യാത്രയിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സ്ഥലമാണ് മഡൽപെട്ടി പീക്ക്. ഈ മഡൽപെട്ടി പീക്കിൽ നിന്നും വെറും 10 കിലോമീറ്റർ അകലെയാണ് ഈ വാട്ടർഫോൾ. ഈ വാട്ടർഫോൾ കോട്ടൈ അബേ വാട്ടർഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഈ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അത്രയധികം ഫേമസ് ആയിട്ടില്ല. ഇതിൽ പലരും ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുക മഡൽപെട്ടി പീക്ക് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ ജീപ്പ് ഡ്രൈവേഴ്സ് ആയിരിക്കണം ഈ ഒരു പ്ലേസ് പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കുറച്ചു പേരൊക്കെ ഈ ഒരു വാട്ടർഫോൾസിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ അത്ര ഒരു ഫേമസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്കിപ്പോ ഒരു പ്രൈവറ്റ് ആയിട്ട് ഫാമിലി ഒക്കെ ആയി പോയിട്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ ഒരു പിക്നിക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു കോട്ടൈ അബേ വാട്ടർഫോൾസ്. നമ്മള് പോയൊരു സീസൺ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ആവാം വാട്ടർഫോളിൽ അധികം ഫ്ലോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടൊക്കെ ഇറങ്ങാൻ സേഫസ്റ്റ് ആയിട്ട് ഒരു ഇടമായിരുന്നു ഈ ഒരു പ്ലേസ്. ഇതിപ്പോ മഴക്കാലത്ത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കൂർഗ് യാത്ര എല്ലാവരും പ്രിഫർ ചെയ്യുക അധികവും ഈ ഒരു ക്ലൈമറ്റിലായിരിക്കും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ടൈമാണ് ഏറ്റവും നല്ല ക്ലൈമറ്റ് ഇവിടെ. സോ ഈ ഒരു ടൈമൊക്കെ നമുക്ക് കുട്ടികളായിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കൂർഗിലുള്ള മോസ്റ്റ് ഓഫ് ദ വാട്ടർഫോളിലും നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് ദൂരത്തുനിന്ന് കണ്ട് ആ ഒരു വിഷ്വല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു കോട്ടൈ അബേ വാട്ടർഫോളിൽ നമുക്ക് കുട്ടികളുമായിട്ട് സേഫ് ആയിട്ട് ഇറങ്ങി അവിടുത്തെ ഒരു വാട്ടർഫോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഈ ഒരു കോട്ടൈ അബേ വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മടിക്കേരിയിൽ നിന്നും കോട്ടൈ അബേ വാട്ടർഫോൾസിലേക്ക് വരുന്ന റൂട്ടിൽ ഒരുപാട് ഹോം സ്റ്റേസ്, റിസോർട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. റിവർ വ്യൂ വരുന്ന റിസോർട്ട്സ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള റിസോർട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റിസോർട്ട് സ്റ്റേ, ഹോം സ്റ്റേ ഒക്കെ താല്പര്യപ്പെടുന്നവർക്ക് കൂടി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു കോട്ടൈ അബേ വാട്ടർഫോൾസ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കൂർഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് എന്തായാലും മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യുക. മഡൽപെട്ടി പീക്കിൽ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഇത് വിസിറ്റ് ചെയ്യുക. കാരണം ആ പോകുന്ന റൂട്ടിലാണ് ഈ ഒരു കോട്ടൈ അബേ വാട്ടർഫോൾസ് വരുന്നത്. അവിടുന്ന് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു വാട്ടർഫോളിലേക്കുള്ളൂ. ഇനിയിപ്പോൾ പീക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ, അതായത് ഓഫ് റോഡ് എക്സ്പീരിയൻസ് പറ്റാത്തവരാണെങ്കിൽ കൂടിയും ഈ ഒരു വാട്ടർഫോൾ മിസ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ ഈ ഒരു വാട്ടർഫോൾസിന്റെ മറ്റൊരു വലിയൊരു അട്രാക്ഷൻ ആണ് ഇവിടെ ഉള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇവിടെ അടുത്തായിട്ടുള്ള ആ ഒരു ടീ സ്റ്റാളിന്റെ ആണ് ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി.
അവിടെ വാട്ടർഫോൾസിന്റെ ഉള്ളിൽ തന്നെ ഒരു കെട്ടി ഉണ്ടാക്കിയ സ്ഥലത്ത് ഫിഷിനെ വളർത്തുന്നുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല ആഴമുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഫിഷിന് ഫുഡ് കൊടുക്കുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു കോട്ടയ ബേ വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലേസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ മറ്റൊരു സ്ഥലത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.